അടുത്തത് സെക്കൻഡ് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം LRU മീൻസ് ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് പേജ്. അതാണ് LRU മീൻ ചെയ്യുന്നത്. ഇത് നമ്മൾ ആൾറെഡി ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇത് സെക്കൻഡാണ്. ഇത് എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ വരുന്ന പേജ്, ആദ്യം വരുന്ന പേജാണ് നമ്മൾ മെമ്മറി ഫ്രെയിം ഫുള്ളാകുമ്പോൾ റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് പുതിയ പേജ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. പക്ഷേ LRUവിൽ അങ്ങനെയല്ല. അത് ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് പേജാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ഇത് തമ്മിലുള്ള FIFOയും LRUവും തമ്മിലുള്ള ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു മെമ്മറി ഫ്രെയിമിലിരിക്കുന്ന ഒരു പേജിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഏത് പേജാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് ആയിട്ടുള്ള പേജാണ് മെമ്മറിയിൽ നിന്ന് റിമൂവ് ചെയ്ത്, ആ ഒരു ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയൊരു ഫ്രെയിമിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതം ഇതാണ്. നമ്മൾ ആദ്യം ഈ സ്റ്റെപ്പുകളെല്ലാം മറ്റതിലെ പോലെ തന്നെയാണ്, FIFOയിൽ അതുപോലെ തന്നെയാണ്. ഫ്രെയിം അതിനകത്തുള്ള കണ്ടൻറ്റ് അതിൻ്റെ മാക്സിമം ലിമിറ്റിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ 1 by 1 ആയിട്ട് ഓരോ പേജസും നമ്മൾ ഇൻസേർട്ട് ചെയ്യും. 1 by 1 ആയിട്ട് ഇൻസേർട്ട് ചെയ്യും അണ്ടിൽ റീച്ചസ് ടു ദ മാക്സിമം കപ്പാസിറ്റി. മാക്സിമം കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആ എത്ര ഫ്രെയിം ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ഫ്രെയിംസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പേജസും നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അതിൻ്റെ കൂടെ ഓരോ പേജും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ മൂവ് ചെയ്ത് ഫ്രെയിമിലേക്ക് വയ്ക്കുമ്പോൾ വെർച്വൽ മെമ്മറിയിൽ നിന്ന് പ്രൈമറി മെമ്മറിയിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ഇൻക്രിമെൻ്റായ പേജ് ഫോൾട്ട് ഓരോ പ്രാവശ്യവും നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്യും. ഓരോ പേജ് മൂവ് ചെയ്യുമ്പോഴും ഓരോ പ്രാവശ്യവും പേജ് ഫോൾട്ട് ഉണ്ട്. അതായത് ഒരു പേജ് ഇല്ല എങ്കിൽ അതിൻ്റെ മീനിങ് അതൊരു പേജ് ഫോൾട്ടാണ്, അല്ലെങ്കിൽ പേജ് മിസ്സാണ്. അപ്പോൾ നമ്മൾ പേജിനെ പ്ലേസ് ചെയ്യും തോറും ഒരു പേജ് ഫോൾട്ട് നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന മാക്സിമം കപ്പാസിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് എല്ലാ ഫ്രെയിമും ഫില്ലായി കഴിഞ്ഞാൽ പിന്നൊരു പുതിയൊരു ഫ്രെയിം പുതിയൊരു പേജ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പ്ലേസ് ചെയ്യണം. എങ്കിൽ നിലവിൽ ഉള്ള ഒരു ഫ്രെയിമിന് ഇരിക്കുന്ന കണ്ടൻറ്റ് ഒരു പേജിനെ എടുത്ത് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ പുതിയൊരു പേജ് നമുക്ക് മെമ്മറിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സ്വാപ്പ് ഇൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു പേജിനെ നമ്മൾ സ്വാപ്പ് ഔട്ട് ചെയ്യണം. അതായത് പ്രൈമറി മെമ്മറിയിൽ നിന്ന് സെക്കൻഡറി സ്റ്റോറേജ് മെമ്മറിയായ വെർച്വൽ മെമ്മറിയിലേക്ക് നമുക്ക് സ്വാപ്പ് ഔട്ട് ചെയ്യണം. ആ സ്വാപ്പ് ഔട്ട് ചെയ്ത ആ ലൊക്കേഷനിൽ ആ ഒരു ഫ്രെയിമിലേക്കാണ് നമ്മൾ പുതിയൊരു പേജിനെ സ്വാപ്പ് ഇൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏത് പേജ് നമ്മൾ FIFOയിൽ ഫസ്റ്റ് പേജ് ആദ്യം ഇൻക്ലൂഡ് ചെയ്ത, അതായത് ആദ്യം മെമ്മറി ഫ്രെയിമിലേക്ക് വന്ന പേജിനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് ആയിട്ടുള്ള പേജ്, ദാറ്റ് മീൻസ് ദ ഓൾഡസ്റ്റ് പേജ്. അതായത് നമ്മൾ അടുത്തെങ്ങും ആ പേജ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ ആ പേജിനെ നമ്മളങ്ങ് റിമൂവ് ചെയ്ത് കളയും. എന്നിട്ട് ആ പ്ലേസിലാണ് നമ്മൾ പുതിയൊരു പേജിനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ്. ഇതും FIFOയും തമ്മിലുള്ള ഡിഫറൻസ് ഇതേ ഉള്ളൂ. അപ്പോൾ ഏത് പേജാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക, ആ പേജിനെ മാറ്റിയിട്ട് പുതിയ പേജ് നമ്മൾ പ്ലേസ് ചെയ്യുക. ബാക്കിയെല്ലാം FIFOയിലെ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പേജ് ഐഡൻറ്റിഫിക്കേഷനിൽ മാത്രമാണ് ഡിഫറൻസ്. അവിടെ നമ്മൾ ഫസ്റ്റ് പേജിനെ ആദ്യം പ്ലേസ് ചെയ്ത പേജിനെ റിമൂവ് ചെയ്യുന്ന സ്ഥലത്ത് ഇവിടെ നമ്മൾ ലീസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന പേജിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ലീസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള യൂസ് ചെയ്ത പേജിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫോർമുലയാണിത്. ഇൻഡെക്സ് ഓഫ് ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് പേജ് ഇസ് ഈക്വൽ ടു, അത് ഏത് പേജിൻ്റെ ഇൻഡെക്സ് ആണോ ആ ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി കറണ്ട് ഇൻഡെക്സ് പേജ് IP - NF - DP. ഇവിടെ IP എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് പൊസിഷൻ ഓഫ് കറണ്ട് പേജ് ഇൻ ദ റെഫറൻസ് സ്ട്രിങ്. നമ്മൾ കറണ്ട് പേജ് മീൻസ് ഏത് പേജിനെയാണ് നമ്മൾ പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരേണ്ടത്, ആ പേജിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ. ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെർച്വൽ മെമ്മറിയിൽ ഓരോ പേജസും ഇൻഡെക്സ് പൊസിഷൻ ചെയ്തിട്ടുണ്ട്. പേജ് 0, പേജ് 1, പേജ് 2 എന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സ് പൊസിഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഏത് പേജിനാണ് നമ്മൾക്ക് ഇപ്പം റാമിലേക്ക് കൊണ്ടുവരേണ്ടത്, ആ പേജിൻ്റെ
ഇൻഡെക്സ് പൊസിഷനാണ് IP മൈനസ് NF. NF മീൻസ് ദ ടോട്ടൽ ഫ്രെയിംസ്, ടോട്ടൽ നമ്പർ ഓഫ് ഫ്രെയിംസ് ആണ് NF. ഇപ്പം നമ്മുടെ ഫ്രെയിംസ് 5 ആണെങ്കിൽ ഇപ്പം ഞാൻ നിൽക്കുന്ന എനിക്ക് പ്ലേസ് ചെയ്യേണ്ട ഫ്രെയിം അല്ല പേജ് 14th പേജ് ആണെങ്കിൽ എൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രെയിംസ് മെമ്മറി ഫ്രെയിംസ് 5 ആണെങ്കിൽ 14 - 5 ആണ് ആദ്യം ചെയ്യുന്നത്. ഇവിടെ ഈ IP മൈനസ് NF എന്ന് പറഞ്ഞാൽ 14 എന്ന് പറഞ്ഞാൽ കറണ്ട് പേജിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ, NF എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫ്രെയിംസ്. അപ്പോൾ 14 - 5 ആണ് ആദ്യം ഈ ഇത് ഇക്വേഷൻ. ദെൻ അതിൻ്റെ കൂടെ -DP. ഈ DP എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് പേജസ് ഇൻ ബിറ്റ്വീൻ ഇൻഡെക്സ് പൊസിഷൻസ് IP ആൻഡ് IP മൈനസ് NF. അതായത് നമ്മൾ നിൽക്കുന്ന ഇൻഡെക്സ് പൊസിഷനിൽ നിന്നും, അതായത് കറണ്ട് പേജിൽ ഏത് പേജിലാണ് നമ്മൾ റാമിലേക്ക് കൊണ്ടുവരുന്നത് ആ പേജിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ മുതൽ നമ്പർ ഓഫ് ഫ്രെയിംസ്, അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ നിൽക്കുന്ന 14ലാണെങ്കിൽ നമ്പർ ഓഫ് ഫ്രെയിംസ് 5 ആണെങ്കിൽ 14 - NF അതായത് 11 മുതൽ 14 വരെ ഉള്ള 14 മുമ്പ് വരെ ഉള്ള ഇൻ ബിറ്റ്വീൻ 11 ആൻഡ് 14, അതായത് 11 മുതൽ 13 വരെ ഉള്ള പേജുകളിൽ ഏതെങ്കിലും പേജ് ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് കൗണ്ട് ചെയ്യുക. എത്ര ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഉണ്ടോ അത്രയും ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിനകത്ത് 2 ഡ്യൂപ്ലിക്കേറ്റ് പേജ്, ഡ്യൂപ്ലിക്കേറ്റ് മീൻസ് അതെന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം അത് ഹിറ്റ് ചെയ്യും. എന്നാൽ ആ ഫ്രെയിം തന്നെ വീണ്ടും കോൾ ചെയ്യുക. റെഫറൻസ് സ്ട്രിങ്ങിനകത്ത് ഫോർ എക്സാമ്പിൾ 3 then 1 then 3 എന്ന് പറഞ്ഞാൽ 3 എന്ന് പറഞ്ഞ പേജ് അവിടെ ഉണ്ട്, then 2 അതിനകത്ത് കയറി വന്നു, then 3 വീണ്ടും 3 വരുമ്പോൾ 3 ആൾറെഡി അതിനകത്തുണ്ട്. അതാണ് പേജ് ഹിറ്റ്. അതായത് 3 2 അടുത്തടുത്ത് വരുന്നത്. കാരണം നമ്പർ ഓഫ് ഫ്രെയിംസിനുള്ളിൽ 4 ഫ്രെയിംസ് ആണെങ്കിൽ ആ 4 ഫ്രെയിമിനുള്ളിൽ ഒരു പർട്ടിക്കുലർ പേജ് അല്ലെങ്കിൽ മോർ ദാൻ 1 പർട്ടിക്കുലർ പേജ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അതാണ് ഡ്യൂപ്ലിക്കേറ്റ് പേജ്. അതായത് പേജ് ഹിറ്റാണത്. അങ്ങനെ ഏതെങ്കിലും പേജ് ഉണ്ടെങ്കിൽ ആ പേജിൻ്റെ കൗണ്ട്, ആ കൗണ്ടും കൂടെ ഇതിൽ നിന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം പറയുകയാണ് എനിക്ക് 14th പേജ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം, വെർച്വൽ മെമ്മറിയിൽ നിന്ന് പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരണം. പക്ഷേ ഫ്രെയിംസ് എല്ലാം ഫുള്ളാണ്. അപ്പോൾ എനിക്ക് അതിനകത്തുള്ള ഒരു ഫ്രെയിമിന് ലീസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള ഒരു പേജിനെ റിമൂവ് ചെയ്ത് കളയണം. ഒരു ഫ്രെയിമിനകത്ത് നിന്ന് ഒരു ലീസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള ഒരു പേജിനെ നമുക്ക് റിമൂവ് ചെയ്യണം. എന്നിട്ടാണ് ഈ 14th പേജിനെ എനിക്ക് അതിനകത്ത് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14th മൈനസ് നമ്പർ ഓഫ് ഫ്രെയിംസ് 5 ആണെങ്കിൽ 14 - 5 എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് പേജ് 2 വന്നു. 2 ഡ്യൂപ്ലിക്കേറ്റ് സപ്പോസ് 2 ഡ്യൂപ്ലിക്കേറ്റ് പേജ് വന്നിട്ടുമെങ്കിൽ അതിനകത്ത് വരുന്ന കാൽക്കുലേഷൻ 14 - 5 നമ്പർ ഓഫ് പേജസ് മൈനസ് ഡ്യൂപ്ലിക്കേറ്റ് പേജ് ദെൻ 2, അതായത് 14 - 5 - 2 എന്ന് വരും. 14 - 5 എന്ന് പറഞ്ഞാൽ 11 - 2 എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ 9th പൊസിഷനിലിരിക്കുന്ന പേജ് ഏതാണോ, നമ്മുടെ റെഫറൻസ് സ്ട്രിങ്ങിൽ നമുക്കൊരു റെഫറൻസ് സ്ട്രിങ് തന്നിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഇൻഡെക്സ് പൊസിഷനിൽ 9th പ്ലേസിലിരിക്കുന്ന പേജ് ഏതാണോ ആ പേജ് ഇരിക്കുന്ന ഫ്രെയിമിനെ നിന്നും ആ പേജിനെ റിമൂവ് ചെയ്ത് കളയും. ഇപ്പോൾ ഫ്രെയിമിൽ സെയിം സീക്വൻഷ്യൽ ഓർഡറിൽ തന്നെ ഇരിക്കണമെന്നില്ല. 9th പേജ് ഈ 5 ഫ്രെയിമിനകത്ത് ഏതോ ഒരു ഫ്രെയിമിനകത്ത് ഇരിപ്പുണ്ട്. ആ പേജിനെ ആ ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഈ 14th പേജിനെ ആ ഫ്രെയിമിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഇതാണ് ലിസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം. നേരത്തെ നമ്മൾ ഫിഫോയിൽ പറയുന്നത് ഫസ്റ്റ് പേജിന് ആദ്യം പ്ലേസ് ചെയ്ത പേജിനെ റിമൂവ് ചെയ്യുന്ന സ്ഥലത്ത് ഇവിടെ ചെയ്യുന്ന കാൽക്കുലേഷൻ ഇങ്ങനെയാണ്. കറണ്ട് ഇൻഡെക്സ് പൊസിഷൻ ഓഫ് ദ കറണ്ട് പേജ് മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രെയിംസ് മൈനസ് നമ്പർ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഇൻ ബിറ്റ്വീൻ ദ കറണ്ട് പേജ് ആൻഡ് ദ കറണ്ട് പേജ് ഇൻഡെക്സ് പൊസിഷൻ മൈനസ് നമ്പർ ഓഫ് ഫ്രെയിംസ്. മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എന്തായാലും ഇതിൻ്റെ കൂടെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻറ്റ് ഒരു പേജ് ഫോൾട്ടിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുക.
ഇത്രയാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എത്ര നമ്പർ ഓഫ് പേജ് ഫോൾട്ട് വന്നിട്ടുണ്ടോ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്ലസ് ഹിറ്റ് റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ 1 - നമ്പർ ഓഫ് പേജ് ഫോൾട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേജസ്. ഇതാണ് എൻ്റെ ഇക്വേഷൻ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, നോക്കാം. ഇവിടെ റെഫറൻസ് സ്ട്രിങ് ഇതാണ്. ഇവിടെ ഇൻഡെക്സ്, ഈ റെഫറൻസ് സ്ട്രിങ്ങിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ സീക്വൻഷ്യലാണ് 1 2 3 4 5 6 7 8 9 10 11 12 13. അപ്പോൾ 13 പേജസ് ആണ് ടോട്ടൽ ഉള്ളത്. ഈ ഇൻഡെക്സ് പൊസിഷൻ സീക്വൻഷൻ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 13 എൻഡ് ചെയ്യുന്നു. അപ്പോൾ 13 പേജസ് ആണ് എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളത്. അതിൻ്റെ ഓരോ പേജിൻ്റെയും നമ്പറും തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഇൻഡെക്സ് പേജിലിരിക്കുന്ന പേജ് നമ്പർ 7 ആണ്. രണ്ടിലിരിക്കുന്ന പേജ് നമ്പർ 0 ആണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ പേജ് സ്ട്രിങ്സ്, റെഫറൻസ് സ്ട്രിങ്സ്, ഇതിനാണ് നമ്മൾ റെഫറൻസ് സ്ട്രിങ്സ് എന്ന് പറയുന്നത്. പേജിൻ്റെ നമ്പർ ഏത് പേജിലാണോ എന്നുള്ള ആ നമ്പറിനെയാണ് നമ്മൾ റെഫറൻസ് സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം 13 പേജസാണ് നമുക്ക് ഇതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, റീപ്ലേസ് ചെയ്യേണ്ടത്. ആ പേജിൻ്റെ ഇൻഡെക്സ് പൊസിഷന് അതിൻ്റെ ടോട്ടൽ പേജിൻ്റെ റെഫറൻസ് നമ്പറും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിനകത്ത് പേജ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇത് എൻ്റെ ഫൈനൽ റിസൾട്ടാണ്. എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് നോക്കാം. ഇപ്പോൾ ഞാനൊരു എക്സലിനകത്ത് ഈ പേജസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് പേജ് നമ്പർ 70120304230332. ഇത്രയും ഇതാണ് പേജ് റെഫറൻസസ്, പേജ് സ്ട്രിങ്സ്. അപ്പോൾ നമ്മൾ ഈ അൽഗോരിതം തുടങ്ങുന്നതിന് മുമ്പ് ഇത് നമുക്ക് തരും. പിന്നെ എത്ര നമ്പർ ഓഫ് പേജസ് എന്ന് തരും, നമ്മൾ കൊടുക്കണം. ദെൻ പേജ് റെഫറൻസ് സ്ട്രിങ് നമ്മൾ കൊടുക്കണം. ഏതൊക്കെ പേജസ് ആണ് എന്നുള്ളത് റെഫറൻസ് സ്ട്രിങ് നമ്മൾ കൊടുക്കണം. പിന്നെ നമുക്ക് എത്ര നമ്പർ ഓഫ് ഫ്രെയിംസ് ആണ് നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുന്നത് നോക്കുക. മെമ്മറി ഫ്രെയിംസ് എത്രയാണ്? ഇതിനകത്ത് ഫോർ എക്സാമ്പിൾ 4 ആണ്. അപ്പം 4 ഫ്രെയിം ഉള്ളതുകൊണ്ട് ഈ ഫ്രെയിമിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഫ്രെയിമെല്ലാം നമ്മൾ എം ടി ആക്കാൻ വേണ്ടിയിട്ട് സിയിൽ നമുക്ക് ചെയ്യുന്ന എം ടി എന്ന് പറയുന്ന കണ്ടീഷൻ ഇല്ല, അതിനകത്ത് എന്തെങ്കിലും ഒരു വാല്യൂ വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രെയിമിൻ്റെ വാല്യൂ 0 ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമ്മൾ അതിലും താഴെയുള്ളൊരു വാല്യൂ -1 വെച്ച് നമ്മൾ അങ്ങ് ഫില്ല് ചെയ്യുന്നു. -1 റെപ്രസെൻറ്റ്സ് <0 റെപ്രസെൻറ്റ്സ് ഇറ്റ് ഈസ് ആൻ എം ടി. ആ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് ഞാൻ 4 ഫ്രെയിമിനെ ഇനിഷ്യലി -1 ആക്കി സെറ്റ് ചെയ്യും. ഇനിയാണ് നമ്മൾ അൽഗോരിതം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ FIFOയിൽ ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. ആദ്യം നമ്മളൊരു ഫസ്റ്റ് പേജ് എടുക്കുന്നു. ആ പേജ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫ്രെയിമിനകത്ത് ഉണ്ടോ എന്ന് നോക്കും. ഈ ഫ്രെയിമിനകത്ത് ഇല്ല എങ്കിൽ അതൊരു പേജ് മിസ്സാണ്. അപ്പോൾ മിസ് ഞാനിവിടെ മിസ്സിന് X എന്ന് പറയുന്ന സിമ്പിൾ കൊടുക്കുന്നു. അപ്പോൾ മിസ് അല്ലെങ്കിൽ ഫോൾട്ടാണ്. അത് ഇവിടെ ഫോൾട്ട് 1 വന്നു. ദെൻ ആ പേജിനെ ഞാനിവിടെ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റിലെ ഇതാണ് നടക്കുന്നത്. ദെൻ സെക്കൻഡിൽ വരുമ്പോൾ 7 ഇവിടെ വരും. ആ ഫ്രെയിമിൽ 7 ഇരിപ്പുണ്ട്. ഇനി സെക്കൻഡിൽ വരുമ്പം ഇൻസെർട്ട് ചെയ്യേണ്ട ഫ്രെയിം 0 ആണ്. ആ 0 എന്ന് പറയുന്ന ഫ്രെയിം ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല. ഇതിനകത്ത് ഓൾറെഡി -1, താഴെ -1, ഇവിടെ -1 ആവും. എന്നിട്ടാണ് നമ്മൾ 0 ചെക്ക് ചെയ്യുന്നത്. 0 ഇതിനകത്ത് ഇല്ല. 0 ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ഒരു മിസ്സാണ് വരുന്നത്. ദെൻ ആ 0 ഇതിനകത്തേക്ക് കയറും. കണ്ടില്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്ത പേജ് എടുക്കുന്നു. അടുത്ത പേജ് എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഉള്ളത് 0യും -1 ഇതാണ് ഇരിക്കുന്നത്. ഇനി തേർഡ് റെഫറൻസ് സ്ട്രിങ് 1, പേജ് നമ്പർ 1 ഇതിനകത്തുണ്ടോ നോക്കും. ഇല്ലാത്തതുകൊണ്ട് അതൊരു മിസ്സാണ്. ആ 1 ഇതിനകത്തേക്ക് വരുന്നു. ദെൻ അടുത്ത് വരുമ്പോൾ ഇതിനകത്ത് ആൾറെഡി ഈ ഫ്രെയിംസ് എല്ലാം ഉണ്ട്. -1. നാലാമത്തെ ഇൻഡെക്സ് പൊസിഷനിലിരിക്കുന്ന പേജ് എന്ന് പറഞ്ഞാൽ പേജ് നമ്പർ 2. ആ 2 എന്നുള്ള പേജ് ഇതിനകത്തുണ്ടോ എന്ന് നോക്കും. ഇല്ലാത്തതുകൊണ്ട് അത് വീണ്ടും മിസ്സാണ്. ആ പേജ് മിസ്സാകും. ദെൻ അത് ഇതിനകത്തോട്ട് വരുന്നു. പേജ് നമ്പർ 2. ആൾറെഡി അത് ഇനിഷ്യലി എപ്പോഴും മിസ്സാണ് വരുന്നത്, അല്ലെങ്കിൽ ഫോൾട്ടാണ് വരുന്നത്. അത്രയും നമ്പർ ഓഫ് ഫ്രെയിംസും ഫോൾട്ടായിരിക്കും വരുന്നത്. ഇനി വരുന്നത് 0 ആണ്. പേജ് നമ്പർ 5 ഇവിടെ ഇനിഷ്യലി ഇതാണ് വരുന്നത്. 7
0 1 2 ആണ് ഇവിടെ വരുമ്പോൾ ഇരിക്കുന്നത്. ഇനിഷ്യലി ഇതാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ 0 ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 0 ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കും. 0 ഇതിനകത്ത് ഉണ്ട്. 0 ഇതിനകത്ത് ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യുന്നില്ല, അടുത്ത പേജിലേക്ക് പോകുന്നു. ഇതൊരു പേജ് ഹിറ്റാണ്. വേണമെങ്കിൽ ഒരു പേജ് ഹിറ്റ് എന്നുള്ള വേരിയബിൾ സെറ്റ് ചെയ്തിട്ട് അതിനെ കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുക. അപ്പം ഞാനിത് പേജ് ഹിറ്റ് എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് 1 മൈനസ് നമ്പർ ഓഫ് ഫ്രെയിംസ് നമ്പർ ഓഫ് ഫോൾട്ട്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേജസ് കൊടുത്താൽ മതി. അപ്പോൾ എനിക്കത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇവിടെ 0 എന്ന് പറയുന്ന പേജാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്യേണ്ടത്. 0 പ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ 0 ഓൾറെഡി ഉണ്ട്. ഇത് ഹിറ്റാണ്, പേജ് ഹിറ്റാണ്. അപ്പം നമുക്ക് ഇത് അങ്ങ് എക്സ്ക്ലൂഡ് ചെയ്ത് കളയാം. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഇത് ഹിറ്റാണ്, ഓൾറെഡി ഉള്ളതാണ്. ദെൻ അടുത്ത പേജിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു. ഇവിടെ വരുമ്പോൾ നമ്മൾ ഇനിഷ്യലി ഇരിക്കുന്ന വാല്യൂസ് 7 0 1 2 തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യേണ്ട പേജ് എന്ന് പറഞ്ഞാൽ പേജ് നമ്പർ 3, ഇൻഡെക്സ് പൊസിഷൻ 6ലിരിക്കുന്ന പേജ് നമ്പർ 3 ആണ് എനിക്ക് പ്ലേസ് ചെയ്യേണ്ടത്. ഇപ്പോൾ 3 പ്ലേസ് ചെയ്യാൻ നേരത്ത് ഇതിനകത്ത് ഇനിഷ്യലി ചെക്ക് ചെയ്യേണ്ട എവിടെയെങ്കിലും ഈ 4 ഫ്രെയിമിനുള്ളിൽ 3 ഉണ്ടോ എന്ന് നോക്കും. പേജ് ഹിറ്റ് ഉണ്ടോ എന്ന് നോക്കും. 3 ഇല്ല. 3 ഇല്ലാത്തത് കൊണ്ട് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടതിന് ഇതിനകത്തിരിക്കുന്ന ഏറ്റവും ലീസ്റ്റ് റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന പേജാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാൻ നിൽക്കുന്ന പൊസിഷൻ ഇവിടെയാണ്, ഇൻഡെക്സ് പൊസിഷൻ 6ലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ ഫോർമുല പറഞ്ഞിരിക്കുന്നത് കറണ്ട് പേജിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ദെൻ മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ നമ്പർ 4 ഫ്രെയിംസ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 4 ആണ്. അപ്പോൾ -4. ദെൻ ഈ ഇൻഡെക്സ് പേജിൻ്റെ ഈ പൊസിഷൻ മുതൽ നമ്പർ ഓഫ് ഫ്രെയിംസ്, അതായത് ഇത് മുതൽ ഈ ബാക്കിലോട്ട് 1 2 3 4 ഇതിനുള്ളിൽ എവിടെയെങ്കിലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഉണ്ടോ എന്ന് നോക്കുക. ഇതിന് മുന്നേ മുതൽ 6ന് തൊട്ട് മുന്നേ മുതൽ അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ മുതൽ നമ്പർ ഓഫ് ഫ്രെയിംസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ നമ്പർ ഓഫ് ഫ്രെയിംസ് 4 ആണ്. അപ്പോൾ ഇതിന് മുന്നേ മുതൽ 1 2 3 4 എന്ന് പറഞ്ഞാൽ 2ലെത്തും. ഈ 2നും 2 3 4 5നുള്ളിൽ ഏതെങ്കിലും ഒരു പേജ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ 0 2 1 0, അതാ ഇവിടെ 0 വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഉണ്ട്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് പേജ് 1 ആണ്. ആ ഇതും കൂടെ ഇതിനകത്ത് സബ്ട്രാക്ട് ചെയ്യുക 1. ഇപ്പം കിട്ടുന്നത് ഇൻഡെക്സ് പൊസിഷൻ 7 ആണ്. ഈ 7 ആണ് ലീസ്റ്റ് റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന പേജ്. ഈ പേജിനെ നമ്മൾ ആ ഫ്രെയിമിൽ നിന്ന് എടുത്ത് കണ്ടു. ഇപ്പോൾ ഈ 7 എന്ന് പറയുന്ന പേജ് ഇതിനകത്ത് എവിടെയാണ് ഇരിക്കണമെന്ന് നോക്കുക. അവിടെ നോക്കുമ്പോൾ ഇവിടെ ഫ്രെയിം നമ്പർ 1ലാണ് ഇരിക്കുന്നത്. ആ പേജിനെ റീപ്ലേസ് ചെയ്തിട്ട് പകരം 3 പ്ലേസ് ചെയ്യും. അപ്പോൾ ഇവിടെ 3 വരുന്നു. ഇതൊരു പേജ് ഫോൾട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ഫോൾട്ട് വരിക. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ഫ്രെയിമിലേക്ക് പോകാം. അടുത്ത ഫ്രെയിമിൽ വരുമ്പോൾ ഇതേ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. 3 0 1 2 ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 3 0 1 2. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. 7ൽ ഇൻസേർട്ട് ചെയ്യേണ്ട പേജ് 0 ആണ്. അപ്പോൾ 0 ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ഇരിക്കുന്ന ഫ്രെയിമിൽ എവിടെയെങ്കിലും 0 ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ 0 ഉണ്ട്, ഓൾറെഡി ഉണ്ട്. 0 ഉള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. അടുത്ത പേജിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത പേജിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും പ്രസൻ്റ്ലി അതിനകത്തിരിക്കുന്ന ഫ്രെയിമിലിരിക്കുന്ന പേജസ് ഇത് തന്നെയാണ്. ഇപ്പം ഞാൻ 8ാമത്തെ ഇതിലേക്ക് വന്നു. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് അതിനകത്ത് ഇൻസേർട്ട് ചെയ്യേണ്ടത് പേജ് എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ 8 ആണ്. 8ലാണ് ഞാൻ നിൽക്കുന്നത്. കറണ്ട് പേജ് പൊസിഷൻ 8 ആണ്. ഈ 8ൽ നിന്ന് ടോട്ടൽ നമ്പർ ഓഫ് പേജസ് സബ്ട്രാക്ട് ചെയ്യുക. 1 2 3 4. അതായത് 4 മുതൽ ഈ 7 വരെ ഉള്ളതിനകത്ത്
എവിടെയെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഉണ്ടോ എന്ന് നോക്കുക. കാരണം 4 മുതൽ 7 വരെ ഉള്ളതിനകത്ത്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രെയിംസ് നമുക്ക് 4 ആണ്, നമ്മൾ നിൽക്കുന്നത് 8-ലാണ്. ഇതിനുള്ളിൽ 7, 6, 5, 4-നുള്ളിൽ ഏതെങ്കിലും ഒരു ഫ്രെയിമിൽ ഇരിക്കുന്ന പേജ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നോക്കുക. അവിടെ നോക്കുമ്പോൾ 0 എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഇതിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ 4 - 1 കുറയ്ക്കുക. ഇപ്പോൾ നമ്പർ 3 തേർഡ് പൊസിഷനിലിരിക്കുന്ന 1 ആണ്. ഈ 1 ആണ് ലീസ്റ്റ് റീസെൻ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന പേജ്. ആ പേജിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മുടെ 4 എന്ന് പറഞ്ഞ പേജിനോടേക്കും പ്ലേസ് ചെയ്യാം. അപ്പോൾ 3042 എന്നാവും. ഇത് ഒരു പേജ് ഫോൾട്ടാണ്, ഒരു പേജ് മിസ്സാണ്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ വീണ്ടും അടുത്ത പേജിലേക്ക് പോകുന്നു. ഇവിടെ വരുമ്പോൾ 3042 ആണ് ഇനിഷ്യലി ഇരിക്കുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ 9th ഇൻഡെക്സ് പൊസിഷനിലിരിക്കുന്ന പേജ് 2 ആണ്. ഈ 2 ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഇതിനകത്ത് 2 ഉണ്ടോ എന്ന് ഫസ്റ്റിലെ ചെക്ക് ചെയ്യുന്നു. നോക്കുമ്പോൾ ഇവിടെ 2 ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതൊരു പേജ് ഹിറ്റാണ്. ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. നേരെ അടുത്ത പേജിലേക്ക് പോവുക. അവിടെ 3042 ആണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ 10th ഇൻഡെക്സ് പൊസിഷനിൽ നിന്ന് അവിടെ ഇരിക്കുന്ന പേജ് എന്നാൽ 3 ആണ്. ഈ 3 ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് വീണ്ടും 3 ഇതിനകത്തുണ്ടോ എന്ന് നോക്കുക. നോക്കുമ്പോൾ ഇവിടെ 3 ഫ്രെയിം 1-ലിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഇതിനകത്തൊന്നും ചെയ്യാനില്ല. നേരെ നെക്സ്റ്റ് പേജിലേക്ക് പോവുക. അപ്പോൾ അവിടെ വരുമ്പോഴും 3042 ആണ് ഇരിക്കുന്ന ഇനിഷ്യൽ വാല്യൂ. അപ്പം നമ്മൾ വീണ്ടും ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യേണ്ട പേജ് എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 ഇതിനകത്ത് ഏതെങ്കിലും ഫ്രെയിമിലുണ്ടോ എന്ന് നോക്കുക. നോക്കുമ്പോൾ ഇവിടെ ഫ്രെയിം നമ്പർ 2-ലിരിക്കുക 0. അപ്പോഴും നമുക്കൊന്നും ചെയ്യാനില്ല. വീണ്ടും മൂവ് ചെയ്ത് നെക്സ്റ്റ് പേജിലേക്ക് പോവുക. 3042 ഇവിടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട പേജ് എന്നത് 3 ആണ്. ഇവിടെയും നോക്കുമ്പോൾ ഇവിടെ 3 ഓൾറെഡി ഉണ്ട്, ഒന്നും ചെയ്യാനില്ല. വീണ്ടും അടുത്ത ഇതിലേക്ക് പോവുക. അവിടെ പോകുമ്പോൾ 3042 അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട 2 ആണ്. 2 ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് അങ്ങോട്ട് പോകാനില്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ പേജസും കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ഫോൾട്ട്സ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6. ടോട്ടൽ പേജ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇനി നമ്മളെ ഹിറ്റ് റേഷ്യോ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 1 - 6 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേജസ് 13. 1 - 6/13 അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. 1 - 6/13 എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് ചെയ്തിരിക്കുന്നത്. 1 - 6/13 0.54 എന്നുള്ളതാണ് ഹിറ്റ് റേഷ്യോ. അപ്പോൾ ഹിറ്റ് റേഷ്യോ 1 എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മീൻസ് ഫോൾട്ട്സ് 0 എന്നാണ്. മാക്സിമം ഹിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1 ആണ്. എന്ന് പറഞ്ഞാൽ പേജ് ഫോൾട്ട് എപ്പോഴും 0 ആണെങ്കിൽ ആ ഹിറ്റ് റേഷ്യോ 1 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഹിറ്റ് റേഷ്യോ 0.54 എന്നാണ് കിട്ടിയിരിക്കുന്നത്. പേജ് ഫോൾട്ട് 6 ആണ്. അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ആൽഗോരിതം വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഉണ്ടോയെന്ന് നമ്മൾ ഇൻഡെക്സ് പൊസിഷൻ ഏതെങ്കിലും ഒരു ഫ്രെയിം അല്ല പേജ് നമ്മൾ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ആ പേജ് കണ്ടെത്തുന്നതിന് മുന്നേ ആ ഫ്രെയിമിന് ആ ഇൻഡെക്സ് പൊസിഷൻ അതായത് നമ്മളെ റഫറൻസ് സ്ട്രിങ്ങിൻ്റെ ഇൻഡെക്സിനുള്ളിൽ നമ്മളെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കറണ്ട് പേജ് പൊസിഷൻ മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രെയിം അതാണ് എൻഡ്. ഇതിനുള്ളിൽ എവിടെയെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഉണ്ടെങ്കിൽ അതുകൂടെ കൗണ്ട് ചെയ്യുക. കൗണ്ട് ചെയ്തിട്ട് ആ കൗണ്ട് ചെയ്യുന്ന വാല്യൂയും കൂടെ കറണ്ട് പേജ് മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് പേജസ് മൈനസ് ഡ്യൂപ്ലിക്കേറ്റ് പേജ് കൊടുക്കുക. അതാണ് ഇൻഡെക്സ് പൊസിഷൻ. ഇത് കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിച്ച പേജിനെ എടുത്ത് നമ്മൾ ഫ്രെയിമിൽ എവിടെയാണ് കിടക്കുന്നത് നോക്കുക. ആ ഫ്രെയിം പൊസിഷനിലേക്ക് നമ്മുടെ പുതിയ പേജിനെ ഇൻസേർട്ട് ചെയ്യുക. ഇത്രയും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മറ്റതുപോലെ തന്നെ മെത്തേഡാണ്. നമ്മളെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പോലെ വർക്ക് ചെയ്യുന്നതാണ്. ഫോർമുല എല്ലാം അത് തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അൽഗോരിതം. ഇനി വേറൊരു എക്സാമ്പിളൂടെ നമുക്ക് നോക്കാം. ഇത് വേറൊരു എക്സാമ്പിളാണ്. ആ എക്സാമ്പിളൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതാണ് ആ എക്സാമ്പിൾ. ഇതിൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രെയിംസ് 3 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് പേജസ്
19 ആണ്. ഇതിനകത്തിരിക്കുന്ന പേജ് റെഫറൻസ് സ്ട്രിങ് ഇതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇനിഷ്യലി ഈ റെഫറൻസ് സ്ട്രിങ് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് പേജസ് എത്രയാണെന്ന് നമ്മൾ റീഡ് ചെയ്യുന്നു. ദെൻ റെഫറൻസ് സ്ട്രിങ് 1 by 1 ആയിട്ട് റീഡ് ചെയ്ത് ഒരു അറയിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ദെൻ നമുക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര ഫ്രെയിം ഉണ്ടെന്ന് കൊടുക്കുക, മെമ്മറി ഫ്രെയിം എത്രയാണുള്ളതെന്ന് കൊടുക്കുക. ആ മെമ്മറി ഫ്രെയിമിന് ഇനിഷ്യലി എല്ലാം എം ടി ആക്കാൻ വേണ്ടി നമ്മൾ -1 വെച്ച് സെറ്റ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ഫ്രെയിമിലിരിക്കുന്ന വാല്യൂസ് എല്ലാം -1. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആൻ എം ടി ഫ്രെയിം. മനസ്സിലായില്ലേ? ഇപ്പോൾ എല്ലാ ഫ്രെയിമും -1 ആക്കി വെച്ചു. അപ്പോൾ ഓൾ ഫ്രെയിംസ് ആർ എം ടി. അതാണ് എൻ്റെ മീനിങ്. ഇപ്പോൾ നമ്മൾ ആദ്യം വരുന്ന പേജ് എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 വരുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് 3-നകത്ത് ഉണ്ടോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. ഇല്ല എങ്കിൽ അതൊരു പേജ് മിസ് അല്ലെങ്കിൽ പേജ് ഫോൾട്ടാണ്. ദെൻ ആ പേജിനെടുത്ത് ഫസ്റ്റ് എം ടി ഫ്രെയിമിലങ്ങ് വയ്ക്കുന്നു. ദെൻ അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സെക്കൻഡ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ആ 2 ഇതിനകത്തുള്ളൂ നോക്കും, ഇല്ലാത്തത് കൊണ്ട് അതൊരു പേജ് ഫോൾട്ടാണ്. ദെൻ ആ 2-ന് അടുത്ത എം ടി ഫ്രെയിമിൽ പ്ലേസ് ചെയ്യും. ദെൻ വീണ്ടും അടുത്തയിലേക്ക് പോകുമ്പോൾ ഇതിനകത്തിരിക്കുന്ന 3, 2, -1 ആണ്. ഇവിടെ വരുമ്പോൾ 1 ആണ് നമുക്ക് ഇൻസർട്ട് ചെയ്യേണ്ടത്. 1 ഇതിനകത്ത് ഇതിനുള്ളിലുണ്ടോ എന്ന് നോക്കുന്നു. നമ്മൾ ഏതെങ്കിലും ഫ്രെയിമിലുണ്ടോ എന്ന് നോക്കും. ഇല്ലാത്തതുകൊണ്ട് അതൊരു മിസ്സാണ് അല്ലെങ്കിൽ ഒരു ഫോൾട്ടാണ്. ദെൻ അതിൻ്റെ അടുത്ത എം ടി ഫ്രെയിമിലേക്ക് ആ 1-നെയും പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 3 ഫ്രെയിമും ഇപ്പം കംപ്ലീറ്റഡ് ആയി. ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത ഒരു പേജാണ്. ഇവിടെ നമ്മൾ പേജ് നമ്പർ 3 ആണ്. ഈ പേജ് നമ്പർ 3 എന്ന് പറഞ്ഞാൽ ആൾറെഡി ഇതിനകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇരിക്കുന്നത് 3, 2, 1 എന്ന് പറയുന്ന പേജസാണ് ഇതിനകത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ 3 ആണ്. 3 ഇതിനകത്തുണ്ടോ എന്ന് നോക്കുമ്പോൾ ആൾറെഡി ഫ്രെയിം 1-ൽ 3 ആണ് ഇരിക്കുന്നത്. അപ്പം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അതൊരു പേജ് ഹിറ്റാണ്. നമ്മൾ വീണ്ടും അടുത്ത പേജിലേക്ക് പോകുന്നു. 3, 2, 1. ഇവിടെ നമുക്ക് ഇൻസർട്ട് ചെയ്യേണ്ട പേജ് എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 ഇതിനകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. 4 ഇതിനകത്ത് ഉണ്ടോ നോക്കുമ്പോൾ തന്നെ 4 ഇതിനകത്ത് ഇല്ല എങ്കിൽ അതൊരു പേജ് ഫോൾട്ടാണ്. ഇനി നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് ഫ്രെയിമിൽ ഇരിക്കുന്ന പേജിനെയാണ് നമുക്കെടുത്ത് കളയേണ്ടത്. അത് ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് പേജ് ഏതാണെന്ന് ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കറണ്ട് ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഇൻഡെക്സ് പൊസിഷൻ 5 ആണ്. കറണ്ടിൽ ഇരിക്കുന്ന ഇൻഡെക്സ് പൊസിഷൻ 5 ആണ്. നമുക്ക് 4 ആണ് പ്ലേസ് ചെയ്യേണ്ടത്. അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ 5 ആണ്. അതിൽ നിന്ന് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രെയിംസ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. -3. 5 - 3 എന്ന് പറഞ്ഞാൽ 5-ലാണ് നമ്മൾ നിൽക്കുന്നത്. 1, 2, 3 ഈ 2 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് പൊസിഷനിലേക്ക് എത്തും. ഇനി ഇതിനുള്ളിൽ ഈ 2-നും 3-യും 4-ലും എവിടെയെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഉണ്ടോ എന്ന് നോക്കുക. ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് 0 സബ്ട്രാക്ട് ചെയ്യുക. 2 ഇൻഡെക്സ് പൊസിഷൻ 2-ലിരിക്കുന്ന പേജ് എന്ന് പറഞ്ഞാൽ 2 ആണ്. ഈ 2 ഏത് ഫ്രെയിമിലാണെന്ന് നോക്കുക. 2 ഇരിക്കുന്നത് ഈ ഫ്രെയിമിലാണ്. ആ ഫ്രെയിമിലിരിക്കുന്ന പേജിനെ റിമൂവ് ചെയ്തിട്ട് പുതിയ പേജിനെ ഇൻസർട്ട് ചെയ്യാം. മനസ്സിലായില്ലേ? ഇനി വീണ്ടും നമ്മൾ അടുത്ത ഇതിലേക്ക് പോകുന്നു. 1 ഇതാണ് ഇനിഷ്യലി ഇരിക്കുന്നത്. നമുക്ക് ഇൻസർട്ട് ചെയ്യേണ്ട പേജ് 1 ആണ്. ഇവിടെ നോക്കുക ഏതെങ്കിലും ഫ്രെയിമിൽ 1 ഉണ്ടോയെന്ന്. ഇതിനകത്ത് ആൾറെഡി 1 ഉണ്ട്. അപ്പോൾ ഇതൊരു പേജ് ഹിറ്റാണ്. ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. അടുത്ത പേജിലേക്ക് നേരെ പോവുക. 3, 4, 1 3, 4, 1-ലേക്ക് പോവുക. ദെൻ നമ്മൾ ഇൻസർട്ട് ചെയ്യേണ്ട പേജ് 6 ആണ്. 6 ഇതിനകത്തുണ്ടോ എന്ന് നോക്കുക. 6 ഇതിനകത്തില്ല എങ്കിൽ അതൊരു പേജ് മിസ് അല്ലെങ്കിൽ ഫോൾട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ കണ്ടുപിടിക്കണം. ഏത് പേജിനെയാണ് കളയേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കുക. ലീസ്റ്റ് റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്ന പേജാണെന്ന് കണ്ടുപിടിക്കണം. അതിന് കണ്ടുപിടിക്കാൻ വേണ്ടി കറണ്ട് ഇൻഡെക്സ് പൊസിഷൻ 7 മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. മൈനസ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ നിൽക്കുന്ന 7-ലാണ്. 1, 2, 3 അതായത് 4-നും 6-നും ഇടയിൽ ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഉണ്ടോ എന്ന് നോക്കുക. ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഒന്നുമില്ല. അപ്പോൾ 0 ആണ്.
അപ്പോൾ നമ്മൾ നമ്പർ 4, ഇപ്പോൾ ഇൻഡെക്സ് നമ്പർ 4 പേജ് എന്ന് പറഞ്ഞാൽ 3 ആണ്. ഈ 3 ഏത് ഫ്രെയിമിലുണ്ടെന്ന് നോക്കുക. 3 ഇരിക്കുന്ന ഫസ്റ്റ് ഫ്രെയിമിലാണ്. ഈ പേജിനെയാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ട. പകരം നമ്മളവിടെ 6 വയ്ക്കുന്നു. മനസ്സിലായില്ലേ? ഇതാണ് ലീസ്റ്റ് റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പേജ്. അതിനെ നമ്മൾ റിമൂവ് ചെയ്ത് സ്വാപ്പ് ഔട്ട് ചെയ്തിട്ട് പുതിയ 6 എന്ന പേജിനെ സ്വാപ്പ് ഇൻ ചെയ്യുന്നു. ദെൻ അടുത്ത പേജിലേക്ക് പോവുക. അവിടെ ഇനിഷ്യലി ഇരിക്കുന്നത് 641 ആണ്. നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട പേജ് 2 ആണ്. 2 ഇതിനകത്തുണ്ടോ എന്ന് നോക്കും. 2 ഇല്ലാത്തത് കൊണ്ട് അതൊരു മിസ്സാണ് അല്ലെങ്കിൽ ഫോൾട്ടാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പൊസിഷനിൽ നിന്ന് 2ൻ്റെ പൊസിഷനിൽ നിന്ന് ഈ പൊസിഷൻ ഇൻഡെക്സ് പൊസിഷൻ 8ൽ നിന്നും നമ്പർ ഓഫ് പ്രൈംസ് സബ്ട്രാക്ട് ചെയ്യുക. 8 - 3 കൊടുക്കുക. ദെൻ 8 - 3 1 2 3 5ന് 7നും ഇടയിൽ ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല, ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഇല്ലാത്തതുകൊണ്ട് -0 വീണ്ടും കൊടുക്കുക. 5 ആണ് ഇൻഡെക്സ് പൊസിഷൻ 5ലിരിക്കുന്ന പേജ്. 4 ആണ്. 4 ഇതിനകത്ത് ഏത് ഫ്രെയിമിലാണെന്ന് നോക്കുക. 4 ഇരിക്കുന്ന ഈ ഫ്രെയിമിലാണ്. ഫ്രെയിം നമ്പർ 2ലാണ് ഇരിക്കുന്ന 4. ആ 4നെ റിമൂവ് ചെയ്തിട്ട് സ്വാപ്പ് ഔട്ട് ചെയ്തിട്ട് 2നെ സ്വാപ്പ് ഇൻ ചെയ്യുക. മനസ്സിലായില്ലേ? ഇനി വീണ്ടും അടുത്ത പേജിലേക്ക് പോവുക. അവിടെ ഇനിഷ്യലി 621 ആണ് ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട പേജ് 4 ആണ്. 4 ഇതിനകത്തുണ്ടോ എന്ന് നോക്കും. 4 ഇല്ല. 4 ഇല്ലാത്തതുകൊണ്ട് ഒരു പേജ് മിസ്സാണ്. ഇനി നമുക്ക് പേജ് 4നെ ഇതിനകത്ത് കൊണ്ടുവരണം. സ്വാപ്പിൻ ചെയ്യണം. സ്വാപ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നത് കറണ്ട് ഇൻഡെക്സ് പൊസിഷൻ 9 മൈനസ് നമ്പർ ഓഫ് ഫ്രെയിംസ് 3 1 2 3. ഈ 6നും 8നും ഇടയിൽ ഏതെങ്കിലും പേജ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് നോക്കുക. ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് ഇതിന് 0 കൊടുക്കുക. നമ്പർ 6ലിരിക്കുന്ന പേജ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ആ 1 ഏത് ഫ്രെയിമിലാണെന്ന് നോക്കുക. 1 ഇരിക്കുന്ന ഈ ഫ്രെയിമിലാണ്. ആ ഫ്രെയിമിലിരിക്കുന്ന പേജിനെ സ്വാപ്പ് ഔട്ട് ചെയ്യുക. ദെൻ 4നെ സ്വാപ്പ് ഇൻ ചെയ്യുക. 624 എന്ന്. ദെൻ അടുത്തതിലേക്ക് പോവുക. അവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 624 എന്നാണ്. ഇവിടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട പേജ് എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് ഒരു മിസ്സാണ്. ഇനി നമുക്ക് സ്വാപ്പ് ഔട്ട് ചെയ്യേണ്ട പേജാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ 10 മൈനസ് നമ്പർ ഓഫ് പേജസ് 3 നമ്പർ ഓഫ് ഫ്രെയിംസ് 3 6. ഈ 7നും 9നും ഇടയിൽ ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഉണ്ടെന്ന് നോക്കുക. ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഇല്ലാത്തതുകൊണ്ട് 0 കൊടുക്കുക. അപ്പോൾ 7ലിരിക്കുന്ന പേജ് എന്ന് 6 ആണ് നമുക്ക് സ്വാപ്പ് ഔട്ട് ചെയ്യേണ്ടത്. 6 മാറ്റിയിട്ട് അവിടെ നമുക്ക് 3 പ്ലേസ് ചെയ്യാം. അടുത്ത നമുക്ക് വീണ്ടും അടുത്തതിലേക്ക് പോകാം. 3 2 4 ആണ്. ഇതിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട പേജ് എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 നോക്കുമ്പോൾ ഇതിനകത്ത് ആൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. നേരെ അടുത്ത പേജിലേക്ക് പോവുക. 3 2 4. ഇവിടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട 2 ആണ്. ഇവിടെ നോക്കുമ്പോൾ 2 ആൾറെഡി ഇതിനകത്തുണ്ട്. അവിടെയും ഒന്നും നമുക്ക് ചെയ്യാനില്ല. അതൊരു ഹിറ്റാണ്. അടുത്തതിലേക്ക് പോവുക. 3 2 4. 3 to 4 വരുമ്പോൾ ഇവിടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട പേജ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 എന്ന് ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് അതൊരു ഫോൾട്ടായി മാറി. ഇനി നമുക്ക് ഇത് 1 എവിടെയാണ് ഇതിനകത്ത് ഏത് ഫ്രെയിമിലാണ് പ്ലേസ് ചെയ്യേണ്ടത്, ഏത് പേജിനെ സ്വാപ്പ് ഔട്ട് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ 1ൻ്റെ ഇൻഡെക്സ് പൊസിഷൻ 13 ആണ്. 13 മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രെയിംസ് 3 മൈനസ് 13ൽ അതിന് ടോട്ടൽ 13 മൈനസ് 3 10. 10നും 12നും ഇടയിൽ ഏതെങ്കിലും ഒരു പേജ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകും നോക്കുക. ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലാത്തതുകൊണ്ട് 0 കൊടുക്കുക. അപ്പം നമ്പർ 10ലിരിക്കുന്ന പേജ് എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 ആണ് ലീസ്റ്റ് റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 3നെ റിമൂവ് ചെയ്യുക, സ്വാപ്പ് ഔട്ട് ചെയ്യുക. ദെൻ ആ 3യുടെ സ്ഥാനത്ത് നമ്മൾ 1നെ പ്ലേസ് ചെയ്യുക. അതാണ് അടുത്ത് ചെയ്യേണ്ടത്. 3യെ മാറ്റുന്നു. അവിടെ നമ്മൾ 1നെ പ്ലേസ് ചെയ്യുന്നു. ദെൻ അടുത്തതിലേക്ക് പോവുക. അവിടെ നമുക്ക് 1 2 4 ആണ് ഇരിക്കുന്നത്. നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട പേജ് എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 4 ഇതിനകത്ത് ആൾറെഡി ഉണ്ട്, അതൊന്നും ചെയ്യാനില്ല. അടുത്തതിലേക്ക് പോവുക. വീണ്ടും 1
2 4 ആണ് ഇരിക്കുന്നത്. ഈ 1 to 4 നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട 5 ആണ്. 5 നമുക്ക് ഇതിനകത്തില്ല, അതുകൊണ്ടൊരു പേജ് മിസ്സാണ്. ഈ പേജ് മിസ്സാണ്. ഈ മിസ്സായതുകൊണ്ട് നമുക്കിനി ഇതിൽ നിന്ന് സ്വാപ്പ് ഔട്ട് ചെയ്യേണ്ട ഏത് ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് പേജ് ആണെന്നുള്ളത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും 5ൻ്റെ ഇൻഡെക്സ് പൊസിഷൻ 15 മൈനസ് നമ്പർ ഓഫ് ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ 3 മൈനസ് ഡ്യൂപ്ലിക്കേറ്റ് നമ്പർ ഓഫ് പേജസ് ഇൻ ബിറ്റ്വീൻ 12 ആൻഡ് 14 ഒന്നുമില്ല, അതുകൊണ്ട് 0 ആണ്. 12 പേജ് 2 ആണ്. 2നെ റീപ്ലേസ് ചെയ്യുക, അവിടെ നമ്മൾ 5നെ വയ്ക്കുക. ദെൻ അടുത്തതിലേക്ക് പോവുക. 154 ഈ 154 ആണ് അടുത്ത് നമ്മൾ വരുമ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട 2 ആണ്. 2 ഇതിനകത്തില്ല, ഇല്ലാത്തതുകൊണ്ട് ഒരു മിസ്സാണ്. ഇനി 2നെ സ്വാപ്പിൻ ചെയ്യാൻ നേരത്ത് ഒരു പേജിനെ സ്വാപ്പ് ഔട്ട് ചെയ്യണം. അത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 മൈനസ് 3 മൈനസ് 16നും 13നും ഇടയിലുള്ള ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഉണ്ടോ നോക്കുന്നു, ഇല്ല, അതുകൊണ്ട് 13 എന്നുള്ള പേജിലിരിക്കുന്ന 1 ആണ്. 1നെ സ്വാപ്പ് ഔട്ട് ചെയ്തിട്ട് 2നെ സ്വാപ്പിൻ ചെയ്യുക. ദെൻ അടുത്തതിലേക്ക് പോവുക. അടുത്തതിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇരിക്കുന്ന വാല്യൂ 254 ആണ്. ഇവിടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട പേജ് 1 ആണ്. 1 ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് അതൊരു പേജ് മിസ്സാണ്. ഇനി നമുക്ക് റിമൂവ് ചെയ്യേണ്ട പേജ് ഏതാണെന്ന് നോക്കാൻ വേണ്ടി 17 മൈനസ് 3 മൈനസ് 17നും 14നും ഇടയിൽ ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഇല്ല, 0. ദെൻ 14 ഇരിക്കുന്ന പേജ് എന്ന് 4 ആണ്. ഈ 4നെ റീപ്ലേസ് ചെയ്യുക, പകരം 1 വയ്ക്കുക. ദെൻ അടുത്തത് നമ്മൾ പോകേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോവുക. 251 ഇതിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട പേജ് എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് അതൊരു മിസ്സാണ്. ഇനി നമുക്ക് 3 ഇതിനകത്ത് പ്ലേസ് ചെയ്യണം. 3 പ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്നൊരു പേജിനെ സ്വാപ്പ് ഔട്ട് ചെയ്യണം. അത് ഏത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ 3യുടെ ഇൻഡെക്സ് പൊസിഷൻ 18 ആണ്. 18 മൈനസ് നമ്പർ ഓഫ് ഫ്രെയിംസ് 3 മൈനസ് 1 2 3 15നും 17നും ഇടയിൽ ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഉണ്ടെന്ന് നോക്കുന്നു, ഇല്ല. അപ്പോൾ 15 പേജ് എന്ന് പറഞ്ഞാൽ 5 ആണ്. 5നെ മാറ്റിയിട്ട് സ്വാപ്പ് ഔട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ 3യെ സ്വാപ്പിൻ ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് 2 3 1 ആണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട പേജ് എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് അതൊരു മിസ്സാണ്. ഇനി 4നെ സ്വാപ്പിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു പേജിനെ സ്വാപ്പ് ഔട്ട് ചെയ്യും. അത് ചെയ്യാൻ വേണ്ടിയിട്ട് 4ൻ്റെ ഇൻഡെക്സ് പൊസിഷൻ 19 മൈനസ് 3 16നും 18നും ഇടയിൽ ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഇല്ല. അപ്പോൾ 16 പേജ് നമ്പർ 2 ആണ്. 2നെ സ്വാപ്പ് ഔട്ട് ചെയ്തിട്ട് 4നെ പ്ലേസ് ചെയ്യുക. കഴിഞ്ഞു. അപ്പോൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ആണ്. ഇതാണ് ടോട്ടൽ ഫോൾട്ട്. ദെൻ ഹിറ്റ് റേഷ്യോ എന്ന് 0.26. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ LRU പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാം ചെയ്യാം. പ്രോഗ്രാം നിങ്ങൾക്ക് അൽഗോരിതം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുക. ഇത് നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പോലെ തന്നെയാണ്. നമുക്ക് ആദ്യം ടോട്ടൽ ഇൻഡെക്സ് നമ്പർ ഓഫ് പേജസും പേജ് റഫറൻസ് സ്ട്രിങ്ങും പിന്നെ നമ്പർ ഓഫ് ഫ്രെയിംസും നമ്മൾ റീഡ് ചെയ്യുന്നു. നമ്പർ ഓഫ് ഫ്രെയിംസ് റീഡ് ചെയ്തിട്ട് നമ്മൾ ആ ഫ്രെയിംസിനെല്ലാം നമ്മൾ എംപ്റ്റി ആക്കാൻ വേണ്ടി -1 വെച്ച് ഫില്ല് ചെയ്യുന്നു. ദെൻ ഓരോ ഫ്രെയിംസും നമ്മൾ ഈ പറയുന്ന രീതിയിൽ ആദ്യം ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഇല്ല എങ്കിൽ ഫ്രെയിംസ് മൊത്തം എംപ്റ്റി ആണെങ്കിൽ ആ 1 by 1 ആയിട്ട് ആ ഫ്രെയിമിനെ നമ്മൾ ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് ഫ്രെയിംസ് ഉണ്ടോ അത്രയും ഫ്രെയിംസ് പേജസ് നമ്മൾ ഈ ഓരോ ഫ്രെയിമിലായിട്ട് നമ്മൾ എംപ്റ്റി ഫ്രെയിമിലായിട്ട് ഫില്ല് ചെയ്യുന്നു. ഇത്രയും നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിൽ ചെയ്തിരിക്കുന്ന അതേ ഇത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതേ രീതിയിൽ ഫില്ല് ചെയ്യുന്നു. ദെൻ അടുത്ത് വരുന്ന പേജ് നമ്മൾ ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കുന്നു. അതും മറ്റേതിൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ചെയ്യുന്നു. ആ പ്രോഗ്രാമിലുണ്ട് ഇത്. ഫസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുന്നു. ഇല്ല എങ്കിൽ ആ പേജ് ഇല്ല എങ്കിൽ
നമ്മൾ അവിടെ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് പേജിനെ എടുത്ത് നമ്മൾ, അതായത് നമ്മൾ ആ ഫോൾസിൻ്റെ മോഡുലസ് എടുത്ത് നമ്പർ ഓഫ് ഫ്രെയിംസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ പൊസിഷൻ എല്ലാം നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിൽ നമ്മൾ ആ പേജിനെ സ്വാപ്പ് ഇൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ LRU എന്ന് പറയുന്ന മെത്തേഡിലാണ്, ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് പേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ഫോർമുല ഇതാണ്: കറണ്ട് ഇൻഡെക്സ് പൊസിഷൻ മൈനസ് നമ്പർ ഓഫ് ഫ്രെയിംസ് മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് പേജസ് ഇൻ ബിറ്റ്വീൻ ദ കറണ്ട് ഇൻഡെക്സ് പൊസിഷൻ ഓഫ് ദ കറണ്ട് പേജ് ആൻഡ് ഇൻഡെക്സ് പൊസിഷൻ ഓഫ് ദ കറണ്ട് പേജ് മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രെയിംസ്. ഏതിന് ബിറ്റ്വീൻ ആ രണ്ട് ഇൻഡെക്സ് പൊസിഷനിടയിലിരിക്കുന്ന പേജസ് എടുത്തിട്ട് അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതിൻ്റെ കൗണ്ട് കൂടെ എടുത്ത് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. അതായത് കറണ്ട് പേജ് മൈനസ് നമ്പർ ഓഫ് ഫ്രെയിംസ് മൈനസ് നമ്പർ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് പേജ് കൊടുക്കുമ്പോൾ ഒരു ഇൻഡെക്സ് പേജ് കിട്ടും, ഇൻഡെക്സ് പൊസിഷൻ കിട്ടും. ആ ഇൻഡെക്സ് പൊസിഷനിലിരിക്കുന്ന പേജ് ഏതാണെന്ന് നോക്കുക. ആ പേജ് ഏത് ഫ്രെയിമിലാണോ ഇരിക്കുന്നത് ആ ഫ്രെയിമിലിരിക്കുന്ന പേജിനെ സ്വാപ്പ് ഔട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ പുതിയ പേജിനെ റീപ്ലേസ് ചെയ്യുക, സ്വാപ്പ് ഇൻ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇത്രയും ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ മറ്റതുമായിട്ട് വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റേ പ്രോഗ്രാമിനെടുത്ത് കുറച്ച് കറക്ഷൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ LRU ആയിട്ട് മാറും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ നിങ്ങളിത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇനി നിങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതിനകത്ത് ഇനി കുറച്ച് എക്സർസൈസുകളുണ്ട്. ആ എക്സർസൈസുകളുടെ വീഡിയോസ് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത് പ്രോഗ്രാമിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് പ്രോഗ്രാം എഴുതാം. ഒരു ഹെഡർ ഫയലേ ഉള്ളൂ, നമ്മൾ പ്രിൻ്റ് എഫിന് വേണ്ടിയുള്ള ഒരു ഹെഡർ ഫയലേ ഉള്ളൂ. അത് ഇൻക്ലൂഡ് ചെയ്തു. അത് ഓൾമോസ്റ്റ് നമ്മുടെ ഫിഫോയുടെ പേജ് റീപ്ലേസ്മെൻറ്റ് അത് ഒരു 85% അത് തന്നെയാണ്. ഒരു ചെറിയൊരു മൈനർ ചേഞ്ചസ് മാത്രമേ ഇതിനകത്തുള്ളൂ. നിങ്ങൾ രണ്ട് പ്രോഗ്രാമിൽ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇപ്പോൾ ഒരു ഇൻഡിജർ അറേ നമ്മൾ പേജ് റെഫറൻസ് സ്ട്രിങ്ങിന് വേണ്ടി നമ്മൾ പേജസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു അറേ വയ്ക്കുന്നു. ദെൻ അടുത്തൊരു അറേ ഫ്രെയിമാണ്. ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ടൊരു അറേ വയ്ക്കുന്നു. പിന്നെ നമ്പർ ഓഫ് പേജസ്, നമ്പർ ഓഫ് ഫ്രെയിംസ്. പിന്നെ നമ്മൾ ലൂപ്പിന് വേണ്ടിയിട്ട് രണ്ട് വേരിയബിൾ കൂടെ നമ്മൾ കൊടുക്കുന്നു. രണ്ടും കൊടുക്കാൻ നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇടയിൽ ആഡ് ചെയ്യാം. ഇത്രയും വെച്ചു. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ എത്ര പേജസ് ഉണ്ടെന്നുള്ളത് എൻ്റെ നമ്പർ ഓഫ് പേജസ്. അത് റീഡ് ചെയ്യുക. NOP ആണ് നമ്പർ ഓഫ് പേജസ്. ദെൻ പേജസ് റീഡ് ചെയ്യുക. 1ലാണ് ഇൻഡെക്സ് പൊസിഷൻ 1 മുതൽ നമ്പർ ഓഫ് പേജസ് വരെയുള്ള റീഡ് ചെയ്യുക. അതിന് മുമ്പ് മെസ്സേജ് കൊടുക്കുകയാണ്. എൻ്റെ പേജ് റെഫറൻസ് സ്ട്രിംഗ്. പേജ് റെഫറൻസ് സ്ട്രിങ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടി ഒരു മെസ്സേജ് കൊടുത്തു. ദെൻ അതിനെ സ്കാൻ ചെയ്യാം. പേജസ് എന്ന് പറയുന്ന അറയിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പേജസ് ഓഫ് അറയിലേക്ക് സ്കാൻ ചെയ്തു. ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ഫ്രെയിംസ് ആണ് വേണ്ടത്. എൻ്റെ നമ്പർ ഓഫ് ഫ്രെയിംസ് അത് സ്കാൻ ചെയ്യുക.
NOF ആണ് നമ്പർ ഓഫ് ഫ്രെയിംസ്. അവിടെ നമുക്ക് ഫ്രെയിംസ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് empty ആക്കണം. അതിന് ഫോർ നമ്മൾ ഒരു വേരിയബിൾ I തന്നെ യൂസ് ചെയ്താലും മതി. ഫോർ I is equal to 1, I less than or equal to NOF I plus plus. Frame of I is equal to -1. ഈ ലൂപ്പ് കഴിയുമ്പോൾ ആ ഫ്രെയിംസ് എല്ലാം -1ലേക്ക് മാറിയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ഇനി നമ്മൾ അൽഗോരിതത്തിലേക്ക് കടക്കുകയാണ്. മറ്റേതൊരു ഓരോ പേജും എടുത്തിട്ട് നമ്മൾ ആദ്യം ഫ്രെയിംസിനകത്ത് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ പേജസ് ഇതിനകത്ത് സ്വാപ്പ് ഇൻ ചെയ്യണം. അതിന് നമ്മൾ ടോട്ടൽ പേജസിലേക്ക് പോവുക. ആ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ട 1ൽ നിന്ന് നമ്പർ ഓഫ് പേജസ് I പ്ലസ് പ്ലസ്. ഇതാണ് ഒരു ഔട്ടർ ലൂപ്പ്. അതിനകത്ത് ഇന്നർ ലൂപ്പ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്രെയിംസ്. ഇത് പേജസിലേക്ക് പോയി ഞാൻ ജെ ലൂപ്പ് എടുത്തുന്നു. ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്രെയിംസ് ജെ പ്ലസ് പ്ലസ്. ഇനി നമ്മൾ ആദ്യം ചെയ്യുന്ന ആ ഫ്രെയിമിലിരിക്കുന്ന വാല്യൂ empty ആണ്, അതായത് -1 ആണ്. ഫ്രെയിം -1 ആണെന്ന് നോക്കുക. -1 ആണെങ്കിൽ അത് empty ആണ്. empty ആയതുകൊണ്ട് നമുക്കത് പേജ് ഫോൾട്ട്, ഇവിടെ നമുക്ക് പേജ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിലൂടെ നമുക്ക് ഇനിഷ്യലി വയ്ക്കുന്നത്. പേജ് ഫോൾട്ട് PF ഫോൾട്ട്സ് എന്നത് ഫോൾട്ട് ഇസ് ഈക്വൽ ടു 0. ഇനീഷ്യലി 0 ആക്കി വെച്ചിട്ടുണ്ട്. അതിനെ അങ്ങ് ഇൻക്രിമെൻ്റ് ചെയ്യാം. ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് ആ ഫ്രെയിമിലേക്ക്, അത് empty ഫ്രെയിം ആയതുകൊണ്ട് ആ ഫ്രെയിമിലേക്ക് നമുക്ക് ആ പേജിനെ ആഡ് ചെയ്യുന്നു. ഫ്രെയിം ഡോട്ട് ജെ ഇസ് ഈക്വൽ ടു നമ്മൾ ആ പേജിന് പേജസ് എന്നാണ്, പേജസ് ഓഫ് I കറണ്ട് പൊസിഷനിലിരിക്കുന്ന പേജിന് നമ്മൾ ആഡ് ചെയ്യുന്നു. ഇനി നമ്മൾ പിന്നെ അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല. ആഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുക. കാരണം ഫ്രെയിം പിന്നെ അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല. ഇനി നമ്മൾ അടുത്ത ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് -1 അല്ല എങ്കിൽ, അതായത് empty അല്ല എങ്കിൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് ആ ഇരിക്കുന്ന പേജ് നമ്മൾ ഇൻസെർട്ട് ചെയ്യേണ്ട പേജാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഫ്രെയിമിൽ അങ്ങനെ ഒരു പേജ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. കാരണം ഇല്ല എങ്കിൽ -1 empty ആണെങ്കിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. empty അല്ലെങ്കിൽ ആയിരിക്കുന്ന പേജ് നമ്മൾ ഇൻസെർട്ട് ചെയ്യേണ്ട പേജാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. പേജ് ഹിറ്റ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ എൽസ് ഇഫ് ഫ്രെയിംസ് ഓഫ് ജെ ഈക്വൽ ടു പേജസ് ഓഫ് I, രണ്ടും സെയിം ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സെയിം ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, നമ്മളങ്ങ് ബ്രേക്ക് ചെയ്യുക. പിന്നെ അങ്ങോട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആ ഫ്രെയിം ആ പേജ് ആ ഫ്രെയിമിനകത്തുണ്ട്. പിന്നെ ബാക്കി ഫ്രെയിമുകളൊന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ഫ്രെയിമിലുണ്ടെങ്കിൽ തന്നെ അത് ഹിറ്റാണ്. അത് പിന്നെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കളയുക. നെക്സ്റ്റ് അടുത്തേക്ക് പോവുക. അപ്പോൾ ഇത് ജെ ലൂപ്പിൽ ഇത്രയേ ഉള്ളൂ. ഇനി ജെ ലൂപ്പ് ഇത് നമ്മൾ ആദ്യം empty ആണെന്ന് നോക്കും, ദെൻ ഇരിക്കുന്ന പേജ് അതാണെന്ന് നോക്കും. അല്ലെങ്കിൽ അടുത്ത പേജിൽ നോക്കും, അടുത്ത ഫ്രെയിമിലിരിക്കുന്ന പേജ് ഈ സെയിം നമ്മൾ ഇൻസെർട്ട് ചെയ്യേണ്ട പേജാണെന്ന് നോക്കും. അങ്ങനെ ഫുൾ ഫ്രെയിമും ആദ്യം ചെക്ക് ചെയ്ത് നോക്കും. ഒരു ഫ്രെയിമും ഇല്ല എങ്കിൽ, അതായത് ഫ്രെയിമിൽ ഒന്നും നമ്മൾ ഇൻസെർട്ട് ചെയ്യുന്ന പേജ് ഇല്ല എങ്കിൽ അതൊരു ഫോൾട്ടാണ്, പേജ് ഫോൾട്ടാണ്. കാരണം ആ പേജ് ഇല്ല. കാരണം ഫ്രെയിം empty അല്ല, ആ പേജ് അതിനകത്ത് ഇല്ല എങ്കിൽ പേജ് ഫോൾട്ടാണ്. കാരണം ഇരിക്കുന്ന പേജ് ഏതെങ്കിലും ഒരു ലീസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള ഒരു പേജിന് ഫ്രെയിം ഈ ഫ്രെയിം കണ്ടുപിടിച്ചിട്ട് ആ പേജിനെ റിമൂവ് ചെയ്ത് കളയുക. പകരം നമ്മുടെ പുതിയ പേജിനെ സ്വാപ്പ് ഇൻ ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പം ജെ ലൂപ്പ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിന് ഇടയ്ക്ക് ബ്രേക്ക് വന്നിട്ടില്ലെങ്കിൽ ജെ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, ആ പേജ് ഇൻസെർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം നമുക്ക് പേജിനെ
ഒരു പേജിനെ സ്വാപ്പ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ പേജിനെ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഫുൾ ആ ജെ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്തോ എന്നറിയാൻ വേണ്ടി ജെ ലൂപ്പിൻ്റെ നെക്സ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു വരെ പോകുന്നതുകൊണ്ട് നമ്പർ ഓഫ് ഫ്രെയിംസ് വരെ ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഫ്രെയിംസ് ആണെന്ന് നോക്കും. അതായത് ജെ ലൂപ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണെങ്കിൽ ഒരു ബ്രേക്കും വരാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഇൻസേർട്ടഡ് അല്ല, ആ ഫ്രെയിം ഫുള്ളുമാണ്. അപ്പോൾ നമ്മൾ ഫോൾട്ട് അടിക്കുകയാണ്. ഫോൾട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഫോൾട്ട് ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ LRU എന്ന് പറയുന്ന ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് പേജിനെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവിടെ നമ്മൾ ഒരു കൗണ്ടർ ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് പേജസ് കൗണ്ട് ചെയ്യണം. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഉണ്ടോ എന്നാണ് ആദ്യം ചെയ്യണം. LRUവിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻഡെക്സ് പൊസിഷൻ അത് നമ്മൾ I ആണ്, നമ്പർ ഓഫ് ഫ്രെയിംസ് NOF ആണ്, ഇനി നമ്പർ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഇതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫോർമുല കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഉണ്ടോ എന്നുള്ളതാണ് അടുത്തിനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ പേജ് ഫോൾട്ട് വന്നു. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത്, അത് മുകളിൽ ഡിക്ലെയർ ചെയ്താലും മതി. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ഈ സിയിൽ നമുക്കിടയിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് കൗണ്ടറിന് ഡ്യൂപ്പ് എന്ന് പറഞ്ഞാൽ 0 ആക്കി വയ്ക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് പേജ് 0 ആക്കി വയ്ക്കുന്നു. ഇനി നമ്മൾ കറണ്ട് ഇൻഡെക്സ് പൊസിഷനിൽ നിന്നും ഞാൻ കാരണം ഇവിടെ നമുക്ക് I ലൂപ്പിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ജെ ലൂപ്പ് കംപ്ലീറ്റഡ് ആണ്. അപ്പം നമുക്ക് ജെ യൂസ് ചെയ്യാം. അപ്പം ഞാൻ ജെ ലൂപ്പ് എടുക്കുകയാണ്. ഫോർ ജെ ഈസ് ഈക്വൽ ടു ഇപ്പം നമ്മൾ കറണ്ട് ഇൻഡെക്സ് പൊസിഷൻ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇതിലാണെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് ഇപ്പോൾ സപ്പോസ് ഈ പേജിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ചെക്ക് ചെയ്യണമെന്ന് ഇൻഡെക്സ് പൊസിഷൻ, അതായത് I മൈനസ് നമ്പർ ഓഫ് ഫ്രെയിംസ്. ഇവിടെ നമ്പർ ഓഫ് ഫ്രെയിംസ് 3 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ 9 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 6. ഈ 6 മുതൽ ഇങ്ങോട്ടുള്ള പേജ് ഈ ലെസ് ദാൻ I വരെയുള്ള പേജുകളിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ നമ്പർ ഓഫ് ഫ്രെയിംസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്തും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതിന് ഈ 9 തൊട്ട് മുന്നേ വരെയുള്ള ഇൻഡെക്സ് പൊസിഷനിലിരിക്കുന്ന ഫ്രെയിംസിൽ എവിടെയെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ആ ഒരു അൽഗോരിതമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കറണ്ട് ഇൻഡെക്സ് പൊസിഷൻ മൈനസ് നമ്പർ ഓഫ് ഫ്രെയിംസ്. അവിടെ നിന്ന് ജെ സ്റ്റാർട്ട് ചെയ്തു. ദെൻ ജെ പോവേണ്ടത് ലെസ് ദാൻ I വരെ പോകണം. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ലെസ് ദാൻ I എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നാണ് നോക്കുന്നതെങ്കിൽ 6, 7, 8 വരെയാണ് പോകേണ്ടത്. ഇത് ചെയ്യേണ്ട കാര്യമില്ല. 6, 7, 8 വരെ ഉള്ളതിൽ, കാരണം ഇതാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് തൊട്ട് മുമ്പേ ഉള്ള ഫ്രെയിമുകളിൽ എവിടെയെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ദെൻ J++. അടുത്ത് ഓരോ ഫ്രെയിം എടുത്തിട്ട് ഓരോന്നും ഇവിടെ ഐറ്ററേഷൻ ഇങ്ങനെയാണ് ഇതിൻ്റെ അൽഗോരിതം എന്ന് പറഞ്ഞാൽ, ഇവിടെ നോക്കുമ്പോൾ ഈ വാല്യൂ ഇതുമായിട്ട് കമ്പയർ ചെയ്യും, തൊട്ടടുത്തുമായിട്ട് കമ്പയർ ചെയ്യും. ഇത് രണ്ട് സെയിം ആണോ, അല്ല എങ്കിൽ ഇതിനെ ഇതുമായിട്ട് കമ്പയർ ചെയ്യും, സെയിം ആണോ എന്ന് നോക്കും. ഇല്ല എങ്കിൽ അടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞു, അടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതെടുക്കും, ഇതുമായിട്ട് കമ്പയർ ചെയ്യും. ഇതിപ്പം 3 എണ്ണം ഉള്ളതുകൊണ്ടാണ്. 4, 5 ഫ്രെയിം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ പോകുന്നു, വീണ്ടും അടുത്ത ഫ്രെയിം വീണ്ടും അങ്ങേറ്റം വരെ പോകുന്നു, വീണ്ടും അടുത്ത ഇങ്ങനെ പോകുന്നു. മനസ്സിലായി കാണില്ല. അപ്പോൾ ആ ഒരു അൽഗോരിതമാണ് നമ്മളിവിടെ എഴുതുന്നത്. അതിന് ഞാനിവിടെ വേറൊരു വേരിയബിളോട് വയ്ക്കുകയാണ്. ഇൻഡ് കെ ഈസ് ഈക്വൽ ടു, ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് ജെ സ്റ്റാർട്ട് ചെയ്യണ I മൈനസ് നമ്പർ ഓഫ് അതിൻ്റെ തൊട്ടടുത്തത്, കാരണം അതും കൂടെ കമ്പയർ ചെയ്തതിന് സെയിം എന്നേ വരുള്ളൂ. അപ്പോൾ അതും അതിൻ്റെ അടുത്തിരിക്കുന്ന ഇതും കൂടെയാണ് കമ്പയർ ചെയ്യുന്നത്, ഫ്രെയിമിലിരിക്കുന്ന വാല്യൂ കൂടെയാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ J+1 കമ്പയർ ചെയ്യുന്നത്. ഇനി ഇതും പോവേണ്ടത്, കെയും പോവേണ്ടത് ലെസ് ദാൻ I വരെയാണ് പോകേണ്ടത്. കെ ലെസ് ദാൻ I വരെയാണ് പോകേണ്ടത്. K++. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യാണ്.
if pages of j pages of k equal to pages of k കൂടെയാണ് കമ്പയർ ചെയ്യുന്നത്. ഇത് രണ്ട് സെയിം ആണെങ്കിൽ അതൊരു ഡ്യൂപ്ലിക്കേറ്റ് പേജ് എന്നാണ് എൻ്റെ മീനിങ്. ആണെങ്കിൽ നമ്മൾ നടക്കുന്ന ഡ്യൂപ്ലിക്കേറ്റിനെ ഇൻക്രിമെൻ്റ് ചെയ്യുക, പ്ലസ് കൊടുക്കുക. ഈ രണ്ട് ലൂപ്പും കഴിയുമ്പോൾ ലൂപ്പ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് എത്ര നമ്പർ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് പേജസ് കിട്ടി എന്നുള്ളത് കിട്ടും. മനസ്സിലായില്ലേ? ഈ എത്ര നമ്പർ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് പേജസ് എന്ന് കിട്ടും. ഇനി കിട്ടിക്കഴിഞ്ഞാൽ ആ പേജാണ് നമുക്ക് റിമൂവ് ചെയ്തതിൻ്റെ പേജ്. മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് പേജ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇൻഡെക്സ് പൊസിഷൻ കിട്ടും. ആ ഇൻഡെക്സ് പൊസിഷനിലിരിക്കുന്ന പേജിനെയാണ് നമുക്ക് റിമൂവ് ചെയ്ത് കളയേണ്ടത്. നേരത്തെ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞത് ഓർമ്മ കാണുമെന്ന് തോന്നുന്നു. ഇപ്പം 4 നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ 19 - 3 - 0 എന്നുള്ള 16. ഇവിടെ നേരത്തെ 2 ആണ് ഇരുന്നത്. ആ 16 പൊസിഷനിലിരിക്കുന്ന പേജ് ഇതാണ് LRU. ഈ പേജാണ് നമുക്ക് ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ് ചെയ്തിരിക്കുന്ന പേജ് ഇതാണ്. ഇനി ഈ പേജ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ ഫ്രെയിമിനകത്ത് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇൻഡെക്സ് പൊസിഷനിലിരിക്കുന്ന പേജ് നമുക്ക് ഇൻഡെക്സ് പൊസിഷൻ നമുക്ക് കിട്ടി. ആ ഇൻഡെക്സ് പൊസിഷനിലിരിക്കുന്ന പേജാണ് നമ്മളെ LRU. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യും, ഇൻറ്റ് LRU ഇസ് ഈക്വൽ ടു പേജസിനകത്ത് അവിടെ നമ്മൾ ആ ഫോർമുല കൊടുക്കുകയാണ്. പേജസിനകത്ത് കറണ്ട് ഇൻഡെക്സ് പൊസിഷൻ മൈനസ് നമ്പർ ഓഫ് ഫ്രെയിംസ് മൈനസ് നമ്പർ ഓഫ് ഫ്രെയിംസ് മൈനസ് ഡൂപ്പ്. ഇതാണ് നമ്മൾ LRU എന്ന് പറയുന്ന പേജ്. ഇനി ഈ പേജ് നമ്മൾ ഈ ഫ്രെയിമിനകത്ത് എവിടെയാണ് ഇരിക്കുന്നത് നോക്കുക. അപ്പോൾ വീണ്ടും നമ്മൾ j is equal to 1, j less than or equal to number of frames, j plus plus. ഈ LRU ഏത് ഫ്രെയിമിനകത്താണ് ഇരിക്കുന്നതെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇഫ് LRU ഈക്വൽസ് ഫ്രെയിം, ആദ്യത്തെ ഫ്രെയിമാണോ രണ്ടാമത്തെ ഫ്രെയിമാണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആണെങ്കിൽ ആ ഫ്രെയിമിനകത്തോട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഫ്രെയിം ഡോട്ട് j ഈസ് ഈക്വൽ ടു പേജ് ഡോട്ട് i. അത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുക. പിന്നെ അങ്ങോട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ നമ്മൾ then break. ഇത്രയാണ് നമ്മൾ നമ്പർ ഓഫ് ഫ്രെയിംസ്. അത് നമ്മുടെ ഇൻസേർട്ട് ചെയ്യേണ്ട പേജ് നമ്മളെ ഫ്രെയിമിനകത്ത് ഇല്ല എങ്കിൽ, അതായത് നമ്മൾ പേജ് ഫോൾട്ട് വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. നമ്മൾ LRUവിനെ കണ്ടുപിടിക്കുന്നു, ആ പേജിനെ നമ്മളങ്ങനെ പ്ലേസ് ചെയ്യുന്നു. ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ഓരോ ഫ്രെയിമിൽ ഇരിക്കുന്ന വാല്യൂ നമുക്കങ്ങ് പ്രിൻ്റ് ചെയ്യണം. കാരണം ഒരു ഫ്രെയിമിലെ ഓപ്പറേഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലൈനിലെ അത്രയും ഫ്രെയിമിലിരിക്കുന്ന വാല്യൂ നമുക്കങ്ങ് പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 4 j is equal to 1, j less than or equal to number of frames, j plus plus, printf %d \t. ഒരു ലൈനിൽ സ്പേസ് ഇട്ട് വരാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഫ്രെയിംസ് ആണ്. ഫ്രെയിംസ് ഓഫ് j. അത് കഴിയുമ്പോൾ ആ ഒരു ലൈൻ കഴിയുമ്പോൾ വീണ്ടും നെക്സ്റ്റ് ലൈനിലേക്ക് പോകാൻ വേണ്ടി printf ഒരു \n കൊടുക്കുക.
ഇത്രയേ ഉള്ളൂ. ഇനി ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫോർ ലൂപ്പ് ഔട്ടർ ഫോർ ലൂപ്പും അവസാനിപ്പിച്ചു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഫൈനൽ പ്രിൻ്റാണ് വേണ്ടത്. ഫൈനൽ പ്രിൻ്റ് അതായത് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഫോൾട്സ്, ടോട്ടൽ പേജ് ഫോൾട്സ് is equal to %d. ദെൻ ന്യൂ ലൈനിൽ കൊടുക്കുക. ദെൻ ഹിറ്റ് റേഷ്യോ ആണെങ്കിൽ അതും കൂടെ കൊടുക്കുക. ഹിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു, അത് റേഷ്യോ ഉണ്ട്, ഫ്ലോട്ട് വാല്യൂ ആണ്, \n കോമ ഫോൾസിന് നമ്മൾ ഫോൾസ് എന്നുള്ള വേരിയബിൾ വരും, ഫോൾട്ട് കോമ മറ്റത് ഹിറ്റ് റേഷ്യോ n1 മൈനസ് നമ്പർ ഓഫ് ഫോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേജസ്. രണ്ട് ഇൻറ്റിജർ ആയതുകൊണ്ട് നമ്മൾ ഒന്നിനെ നമ്മൾ കാസ്റ്റ് ചെയ്യുക, ഫ്ലോട്ടിലേക്ക് കാസ്റ്റ് ചെയ്യുക, എങ്കിൽ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ വാല്യൂ 0യിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഫ്ലോട്ട് കാസ്റ്റ് ചെയ്യും. ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം, എറർ കാണുമ്പോൾ നോക്കാം. ഇവിടെ പ്രിൻ്റഫിനകത്ത് ഇവിടെ ഇൻവെർട്ടർ കോമ കൊടുത്തിട്ടില്ല. CC എററില്ല. നമുക്കൊന്ന് റൺ ചെയ്യാം. ആദ്യം കൊടുത്ത സാമ്പിൾ ഡേറ്റയാണ് നമുക്ക് കൊടുക്കേണ്ടത്. നമ്മളിവിടെ ഈ ഡാറ്റ നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഫ്രെയിംസ് 13 അല്ല പേജസ് 13. റെഫറൻസ് പേജ് റെഫറൻസ് 7 കൊടുക്കുക. 7 0 1 2 0 3 0 4 2 3 0 3 2. നമ്പർ ഓഫ് ഫ്രെയിംസ് നമുക്ക് 4. ടോട്ടൽ പേജ് ഫോൾട്സ് 9 എന്ന് തോന്നുന്നു. ഇത് തെറ്റുണ്ട്. നമുക്ക് പ്രോഗ്രാം എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് നോക്കാം. എല്ലാവരെയും ഫൈൻഡ് ചെയ്യുന്നില്ലായിരിക്കും മിസ്റ്റേക്ക് കിടക്കുന്നത്. ഫോർ j = I j plus of k j plus I അല്ല, j+1 ആണ്. k less than j plus നോക്കാം. -7 0 1 2 0 3 0 4 2 3 0 3 2. നമ്പർ ഓഫ് ഫ്രെയിംസ് 4. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ ഇതറിയാം. നമ്പർ ഓഫ് പേജ് ഫോൾട്സ് 6 ആണ്. ഹിറ്റ് റേഷ്യോ 0.53846. അതാണ് ഈ കിട്ടിയിരിക്കുന്നത്. അതിനെ റൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഫ്രെയിംസിൻ്റെ വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ 7 ഫസ്റ്റ് ഫ്രെയിം പോയിരിക്കുന്നത് 5 7 വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5 7 വന്നിട്ടുണ്ട്. ദെൻ ബാക്കിയെല്ലാം 3 ആണ്. സെക്കൻഡ് ഫ്രെയിമിൽ -1 കഴിഞ്ഞ് ബാക്കിയെല്ലാം 0 ആണ്. തേർഡ് ഫ്രെയിമിൽ -1 -1 2 -1 കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 2 3 4 5 1 ആണ്.
5 1. ദെൻ ബാക്കി റിമൈനിങ് എല്ലാം 4 ആണ്. ഇവിടെയും 4 ആണ്. അടുത്തതിൽ -1 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം 2 ആണ്. ഇവിടെ -1 കഴിഞ്ഞാൽ ബാക്കിയെല്ലാം 2 ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ മറ്റേ ഡാറ്റയും കൂടെ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഈ ഡാറ്റയും കൂടെ കൊടുത്തു നോക്കാം. നമ്പർ ഓഫ് പേജസ് 19 ആണ്. അപ്പം സ്ട്രിങ് 3 2 1 3 4 1 6 2 4 3 4 2 1 4 5 2 1 3 4. നമ്പർ ഓഫ് റൈംസ് നമുക്ക് 3 ആണ്. ടോട്ടൽ പേജ് ഫോൾട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ആണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ 14 ആണ്. ഹിറ്റ് റേഷ്യോ 0.26 കറക്റ്റാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഇത് നോക്കി പ്രൈമിൻ്റെ വാല്യൂ നോക്കി കഴിഞ്ഞാൽ 1 2 3 4 5 6 6 3 ആണ് വന്നിരിക്കുന്നത്. 1 2 3 4 5 6 3. ദെൻ 3 6 3 6 ഉണ്ട്. ദെൻ 3 ടൈംസ് 3 വന്നിട്ടുണ്ട്. ദെൻ 3 ടൈംസ് 1 വന്നിട്ടുണ്ട്. ദെൻ 3 ടൈംസ് 2 വന്നിട്ടുണ്ട്. 4 വന്നിട്ടുണ്ട്. മിഡിൽ വരുന്നത് സെക്കൻഡ് പ്രൈം 2 0 ആയിപ്പോയി. ഒന്നുകൂടെ ഒന്ന് റൺ ചെയ്യാം. 19 3 2 1 3 4 1 6 2 4 3 4 2 1 4 5 2 1 3 4 3. ആദ്യത്തെ കറക്റ്റ് തന്നെയാണ്. രണ്ടാമത്തത് -1 കഴിഞ്ഞിട്ട് 3 2 ആണ് വന്നിരിക്കുന്നത്. 3 2. ദെൻ 3 4 ആണ് വന്നിരിക്കുന്നത്. ദെൻ ബാക്കി 7 1 2 3 4 5 6 7 2 ആണ് വന്നിരിക്കുന്നത്. ദെൻ 5 3 ടൈംസ് വന്നിട്ടുണ്ട്. 3 2 ടൈംസ്. ലാസ്റ്റിൽ -1 കഴിഞ്ഞിട്ട് 1 2 3 4 5 6 7 2 3 4 5 6 1 2 3 4 5 6 1 വന്നിട്ടുണ്ട്. ദെൻ 4 3 6 8 1 2 3 4 5 6 7 8. ദെൻ 3 1. 14 2.26 ആണ്. അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. പ്രോഗ്രാം ചെയ്ത് നോക്കുക. എന്നിട്ട് ഔട്ട്പുട്ട് വേറെ ഡിഫറൻറ്റ് റെഫറൻസ് സ്ട്രിങ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്ത് നോക്കിയാൽ മതി. അതിൽ പ്രോഗ്രാം ഞാൻ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അടുത്ത എക്സ്പെരിമെൻ്റായിട്ട് അടുത്ത വീട്ടിൽ കാണാം. ടിൽ ദെൻ ബൈ.